ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ സൃഷ്ടികളിൽ വലിയവനെന്നും ചെറിയവനെന്നും നാം കണക്കാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എല്ലാ മനുഷ്യരും ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ തുല്യരാണ്. അതിനാൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ഈശ്വര സത്തയാണ്. ഒരു മേശപ്പുറത്ത് പല ആകൃതിയിലും വലുപ്പത്തിലും പല ലോഹങ്ങളെ കൊണ്ടുണ്ടാക്കിയതുമായ പാത്രങ്ങളിരിക്കുന്നു. ഗ്ലാസ്, അതുപോലെ കുപ്പി തുടങ്ങിയ വെള്ളം ഒഴിക്കാൻ പറ്റുന്ന പല പാത്രങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. ആ പാത്രത്തിലെല്ലാം ശുദ്ധമായ ഒരേ ജലം നിറയ്ക്കുന്നു എന്നിരിക്കട്ടെ. അതിൽ ആ ശുദ്ധജലം ഒന്നും, പാത്രങ്ങൾ പലതുമാണ്. പാത്രം ചിലത് മഞ്ഞ നിറവും പച്ച നിറയും ചുവന്ന നിറവും ഉണ്ടാവാം. എന്നാൽ അതിലിരിക്കുന്ന ജലത്തിന് ഒരു നിറവുമില്ല. എങ്കിലും ഗ്ലാസ്സിലൂടെ നാം നോക്കുമ്പോൾ അവ മഞ്ഞയായും പച്ചയായും തോന്നുകയില്ലേ? അപ്പോൾ ആ നിറം വാസ്തവത്തിൽ ആരുടേതാണ്? വെള്ളത്തിൻ്റെയാണോ പാത്രത്തിൻ്റെയാണോ? വെള്ളത്തിന് നിറം ഇല്ല. അത് ദാഹം വരുമ്പോൾ കുടിക്കാനുള്ളതാണ്. ഏത് പാത്രത്തിലെ വെള്ളം എടുത്ത് കുടിച്ചാലും നമ്മുടെ ദാഹം തീരുന്നതാണ്. ദാഹം തീർക്കാനുള്ള ഉപാധി ജലം മാത്രമാണ്. എന്നാൽ ജലം എടുക്കണമെങ്കിൽ ഒരു പാത്രം കൂടിയേ കഴിയൂ. ജലം പാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാം പാത്രം ഉപയോഗശൂന്യമായി അവിടെ വയ്ക്കുകയാണ് ചെയ്യുക. ഇതേപോലെയാണ് നാം. വലിയ പാത്രമാവാം, ചെറിയ പാത്രമാവാം, ഏത് പാത്രത്തിലായാലും ഒരേ ജലമാണ്. തനിക്ക് ആവശ്യമുള്ളത് എടുത്ത് പാനം ചെയ്യാം. അതേപോലെയാണ് ഈശ്വരനും. ഈശ്വരൻ എന്ന് പറയുന്നത് വിവിധ നിറങ്ങളും വർണ്ണങ്ങളും വലുപ്പവുമുള്ള പാത്രത്തിൽ നിറച്ചിരിക്കുന്ന ഏകജലം പോലെയാണ്. ആ ജലമാണ് നമുക്ക് ദാഹം തീരാൻ ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ജലം വേണമെങ്കിൽ ഒരു പാത്രം കൂടിയേ കഴിയും. ജലത്തിനില്ലാത്ത പല നിറങ്ങളും ഗുണങ്ങളും ജലത്തിൻ്റേതായി നാം തെറ്റിദ്ധരിക്കുന്നു. വാസ്തവത്തിൽ ജലത്തിന് നിറമോ മണമോ ഗുണമോ ഇല്ല. പാത്രത്തിനനുസരിച്ച് അത് പ്രതിഫലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്രകാരം നാം ഇവിടെ വലിയവരെന്നും ചെറിയവരും എന്നും എല്ലാം കണക്കാക്കുന്നത് നമ്മുടെ അജ്ഞത കൊണ്ട് മാത്രമാണ്. ഇവിടെ പണക്കാരെന്നും പണിക്കാരനെന്നും രണ്ടായി തരംതിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ഈശ്വര സ്വരൂപമാണ് ഒരു ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ. ആത്മജ്ഞാനം ലഭിച്ച ഒരു ജ്ഞാനിക്കിവിടെ വലിയവനുമില്ല ചെറിയവനുമില്ല. ഇവിടെ വലിയവനായിരിക്കുന്നത് ആ സർവേശ്വരൻ മാത്രമാണ്. ബാക്കിയെല്ലാം ഇവിടെ തുല്യരാണ്. അജ്ഞാനദൃഷ്ടിയിലാണെങ്കിൽ ചിലരൊക്കെ വലുതും ചിലതൊക്കെ ചെറുതുമായി തോന്നും. കാരണം വലിയതേതോ, എല്ലാത്തിലും നിറഞ്ഞതേതോ അതിനെ അവർ അറിയുന്നേ ഇല്ല. അതിനെ അറിയാത്ത കാലം വരെ ഇതിൽ വകതിരിവുകൾ ഉണ്ടാകും. ഇത് പലതാണ്. എന്നാൽ ഏകമായിരിക്കുന്ന അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ അതാണ് ഏറ്റവും വലുതായിരിക്കുന്നത്. അതിനേക്കാൾ വലുതായി മറ്റൊന്നും തന്നെ ഇല്ല. അതാണ് കവി പറയുകയാണ്, വലിയവൻ ചെറിയവൻ എന്നുള്ള ചിന്തനം പാടെ അകറ്റണമെന്നു നാം ഓർക്കണം. വലിയവൻ ചെറിയവൻ എന്നുള്ള ചിന്തനം പാടെ അകറ്റണമെന്നു നാം ഓർക്കണം. വലിയവൻ ചെറിയവൻ എന്നുള്ള ചിന്ത നാം പാടെ അകറ്റണമെന്നു നാം ഓർക്കണം. വലിയവൻ എന്നുള്ള പേര് ചൊല്ലിടുവാൻ ബ്രഹ്മജ്ഞനായുള്ള ഈശ്വരൻ മാത്രമാണ്. ഇവിടെ വലിയവൻ എന്ന് പറയുന്നത് ആരെയാണ്? ബ്രഹ്മത്തെ അറിഞ്ഞ ഈശ്വരനാണ്. ബ്രഹ്മജ്ഞനായുള്ള ഈശ്വരൻ മാത്രമാണ്. ഇവിടെ വലിയവനായിട്ടുള്ളത്
ആ ബ്രഹ്മത്തെ അറിഞ്ഞത് ആരാണോ അവരാണ് വലിയവർ. അല്ലാതെ പണമുള്ളവരോ ഭൂമി വാരിക്കൂട്ടിയവരോ കുറേ വിദ്യാസമ്പന്നന്മാരോ പ്രധാനമന്ത്രിയോ അമേരിക്കൻ പ്രസിഡന്റോ ഒന്നും വലിയവനോ ചെറിയവനോ അല്ല. ആ വലുതിലും ചെറുതിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ആ വലുപ്പത്തെയാണ് നാം ഗ്രഹിക്കേണ്ടത്. അതിനാൽ നാം അതിനെയാണ് നിരന്തരം വിചാരം ചെയ്യേണ്ടതും അറിയേണ്ടതും. വലിയവൻ ചെറിയവൻ എന്നുള്ള ചിന്ത നാം പാടെ അകറ്റണമെന്നു നാം ഓർക്കണം. വലിയവൻ എന്നുള്ള പേരു ചൊല്ലിടുവാൻ ബ്രഹ്മജ്ഞനായുള്ള ഈശ്വരൻ മാത്രമാം.